മമ്മൂട്ടിഫിക്കേഷൻ, റൊമാൻറ്റിഫിക്കേഷൻ, ടർബുലൻസ്. ഈ പടത്തിന് എന്തൊക്കെ വിവരണം കൊടുത്താൽ തന്നെ മതിയാവും? ഒന്നും കൊടുത്താൽ മതിയാവില്ല. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി നായകനായ ടർബോ എന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. പെട്ടെന്ന് തന്നെ നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. പക്ക എൻ്റർടൈനർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഇതൊരു മാസ് ആക്ഷൻ ജോണൽ പെടുന്ന ഒരു സിനിമ തന്നെയാണ്. സ്ഥിരം വൈശാഖ് സിനിമകളുടെ പാറ്റേൺ പിടിച്ചിട്ട് തന്നെയാണ് ഈ സിനിമയും പോകുന്നത്. പക്ഷേ ദ ഡിഫറൻസ് ഈസ് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ. സ്ഥിരം ഒരു കഥ തന്നെയായിരിക്കും, പക്ഷേ അതിൽ മിഥുൻ മാനുവൽ തോമസ് കൊണ്ടുവരുന്ന എലമെൻസിനെ കൊണ്ട് മിഥുൻ മാനുവലിൻ്റെ തിരക്കഥകൾ വളരെ വേറിട്ട് നിൽക്കാറുണ്ട്. ഈ സിനിമയിലും അതുപോലെ തന്നെ വേറിട്ട് നിൽക്കുന്നു. കൂടെ വൈശാഖിൻ്റെ ഒരു ടർബോ പഞ്ച് ഡയറക്ഷനും അതിൻ്റെ കൂടെ തന്നെ ഒരു കിടിലൻ വില്ലനും, ഒരു രക്ഷയില്ല വില്ലനൊക്കെ. ജോസേട്ടായി, ടർബോ ജോസ്, ഇതാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര്. ടർബോ ജോസ് ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. നാട്ടുമ്പുറത്ത് ഒരു എട്ടായി ഫിഗറൊക്കെ ഉണ്ടാവില്ല നമുക്ക്, അതുപോലെ ഒരു എട്ടായി ഫിഗർ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ ഇടപെടുകയും അത് ചെന്നെത്തി നിൽക്കുന്ന ഒരു വലിയൊരു പ്രശ്നത്തിലോട്ട് എത്തിയിരിക്കും. ആ പ്രശ്നത്തിന് പുറകിൽ നിൽക്കുന്ന ആൾക്കാരോടുള്ള യുദ്ധവും ആ ഒരു ബഹളവും ഇടിയും എല്ലാം തന്നെയാണ് ഈ പടം ഉടനീളം. ഇടിയോടിടി അടിപൊളി പടമാണ്. ഒരു നല്ലൊരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസിൽ കണ്ട സന്തോഷത്തിലാണ് ഈ റിവ്യൂ ഞാൻ ചെയ്യുന്നത്. മാസ് കാണിക്കാൻ വേണ്ടി ഒരു മാസ് കാണിക്കണമല്ലാണ്ട് കഥക്ക് അനിവാര്യമായിട്ട് വരുമ്പോൾ മാസ് കാണിക്കുകയും കുറേ ക്ലീശയെ തന്നെ കാണിച്ച് പൊളിച്ച് കളയുകയും ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് റൈറ്ററിൻ്റെ സൈഡിൽ നിന്നും ഡയറക്ടറിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു അമാനുഷിക ഹീറോനെ അല്ല ഇതിൽ കാണിച്ചിരിക്കണം. മിക്ക ആക്ഷൻ ഹീറോ പടത്തിലും ഒരു അമാനുഷികനായ ഒരു ഹീറോ ഉണ്ടാവും. ഇത് പക്ഷേ ജോസ് അങ്ങനെ ഒരു അമാനുഷികനല്ല. നമ്മളിപ്പെട്ട ഒരു സാധാരണക്കാരനായിട്ടാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും കുറച്ച് അമാനുഷികത്വമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ആ പ്രസൻറ്റേഷനിൽ നമുക്കതൊരു ക്ലീശ അടിക്കണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ക്ലീശകൾ ഇതിൽ ബ്രേക്ക് ചെയ്യാൻ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. ഒരു 72കാരൻ്റെ ഒരു ആക്ഷൻ പടം, ഒരു രക്ഷയില്ലാത്ത സ്റ്റണ്ട് സീക്വൻസ് ഒക്കെയാണ്. നമ്മളിങ്ങനെ വാവളിച്ച് നിന്നോണ ജോ ഡൗൺ മൊമെന്റ്സ് ഒക്കെ ഇഷ്ടംമാതിരി ഈ പടത്തിലുണ്ട്. മോൺസ്റ്ററിന് ശേഷം വൈശാഖ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു നല്ലൊരു തിരക്കഥ കിട്ടിയപ്പോഴേക്കും ഒരു ഡയറക്ടറിൻ്റെ കഴിവ് പുറത്തെടുത്താവും. അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളോട്ട് കിടക്കുകയാണെങ്കിൽ ഡയറക്ടർ ഇറ്റ്സെൽഫ് ബ്രില്യൻ ജോബ്, റൈറ്റർ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്, അതിൻ്റെ സ്റ്റണ്ട് ഒരു രക്ഷയില്ല, ആക്ഷൻ സീക്വൻസ് ഒക്കെ, BGM ഒരു രക്ഷയില്ല, എഡിറ്റിംഗ് നല്ല രസമുണ്ടായിരുന്നു. കളർ പാറ്റേൺ ഒക്കെ വൈശാഖിൻ്റെ പ്രീവിയസ് മൂവി നൈറ്റ് ഡ്രൈവിൽ അതേ കളർ പാറ്റേൺ തന്നെയാണ് നമ്മുടെ ടർബോയിലും പിടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ എഡിറ്റിംഗ് വശങ്ങളാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു, നല്ല എഡിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തിലൊരു വലിയൊരു താരനിര തന്നെയുണ്ട്. എന്നാലും മെയിൻ ക്യാരക്ടേഴ്സായ മമ്മൂട്ടി, വില്ലൻ, ഈ രണ്ട് ക്യാരക്ടേഴ്സിന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു ആരാധന തോന്നിപ്പോകും. കൂടാതെ തന്നെ ബിന്ദു പണിക്കർ ഈ പടത്തിൽ കുറേ സ്വാഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി റോളാണ് കിട്ടിയിരിക്കുന്നത്. നായകൻ്റെ കട്ടക്ക് നിൽക്കണ ഒരു വില്ലൻ, നായക കഥാപാത്രത്തിനെ പോലെ നമ്മൾ ആരാധന തോന്നിപ്പോവും. വില്ലനിസം രാജ്വി ഷെട്ടിയാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. കന്നഡ ഫിലിംസിൽ നമ്മൾ കുറേ കണ്ട സ്വാഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ പുള്ളിക്ക് ഉള്ള ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ കാണാൻ വലിയൊരു കാരണം ഈ വില്ലൻ തന്നെയായിരുന്നു. ഈ സിനിമയിൽ പുള്ളി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, വില്ലൻ എഴുതി വെച്ച രീതി, ആ വില്ലൻ ക്യാരക്ടർ എഴുതി വെച്ച രീതി ഒരു രക്ഷയുണ്ടായില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പെർഫോമൻസ്, പുള്ളിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയേ വേണ്ട. എന്താ ഒരു ക്ലാസിക് വില്ലൻ, അതൊരു നല്ലൊരു രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ റോള് രാജ്വി ഷെട്ടി അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കത് കയ്യടി വല്ലാണ്ട് അറിയിക്കുന്നു വില്ലൻ. വൈശാഖിൻ്റെ പടത്തിൽ വന്ന പോലെ ക്ലൈമാക്സിൽ വരുന്ന അവസാനത്തെ ചൈനക്കാരുടെ ഫൈറ്റ് അടക്കമുണ്ട്. അതെല്ലാ പടത്തിലും പുള്ളിക്ക് നിർബന്ധമാണല്ലോ. ക്ലൈമാക്സിൽ കുറച്ച് ചൈനക്കാരും ഹോങ്കോങ്ങുകാരും കൊറിയക്കാരും ഒക്കെ വന്ന് നായകനായിട്ട് ഫൈറ്റ് അടിച്ച് തോന്നിക്കണം. ഈ പരിപാടിയൊക്കെ ഇതിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒട്ടും അനവസരപ്പെടുത്തുന്നില്ല. ആ പടത്തിൽ വേണ്ട സാധനങ്ങൾ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മാസ് മസാല പടമായിട്ടല്ല ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയിലാണ്. അതിലൊരു കഥ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മാസ് ആക്ഷൻ സീക്വൻസുകളൊക്കെ വന്നെന്നുള്ളൂ. വലിയ മാസ് ഡയലോഗ്സ് ഒന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചൊന്നും അങ്ങനെ പോകണ്ട. പക്ഷേ മാസ് തന്നെയാണ് ഈ പടം. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് തന്നെയാണ്. ഒരു OTT കാണുമ്പോൾ തന്നെ ഇത് നമുക്കൊരു സ്വാഗൊന്നും ഇത്ര കിട്ടില്ല. തിയേറ്ററിൽ കിട്ടിയ ഒരു നോമാജിഫിക്കേഷനും ഒരു ജോഡൗണൊന്നും നമുക്ക് ഒരിക്കലും ഒരു OTT കാണാൻ പറ്റില്ല. മസ്റ്റ് ആയിട്ട് തിയേറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ആരവവും ഒരു ബഹളവും ഉള്ള ഒരു തിയേറ്റർ തിരഞ്ഞെടുത്താൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. എല്ലാവർക്കും എൻ്റെ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വി വിൽ ബി ബാക്ക് വിത്ത് അനദർ റിവ്യൂ. അണ്ടിൽ ദെൻ ബൈ ഫ്രണ്ട്സ്.